കുറച്ച് മുന്നേ നടന്ന ഒരു സംഭവമാണ്. അമിതമായ ഫോൺ ഉപയോഗിച്ചതിന് ഉമ്മ ശകാരിച്ചതിന് 13-കാരൻ ജീവനൊടുക്കി. വളരെ ഖേദകരമായ, വളരെ ദുഃഖകരമായ വാർത്തയാണ്. ഈയിടെയായിട്ട് ഒരുപാട് അധികരിച്ചു വരുന്ന ഒരു സംഭവം കൂടിയാണിത്. കാരണം മാതാപിതാക്കൾ ചെറിയ രീതിയിൽ ശകാരിക്കുക, വഴക്ക് പറയുക, അപ്പോഴേക്ക് മക്കൾ ആത്മഹത്യ ചെയ്യുക. അതുപോലെ തന്നെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കാതിരിക്കുമ്പോൾ, ആഗ്രഹിച്ച സാധനങ്ങൾ നേടിയെടുക്കാൻ കഴിയാതിരിക്കുമ്പോൾ, അതുപോലെ ഇപ്പോൾ കുറച്ച് മുമ്പ് സ്കൂളിൽ നിന്ന് ടൂർ പോകാൻ ഉപ്പായുടെ കയ്യിൽ ക്യാഷ് ഇല്ലാത്ത കാരണം നമുക്ക് പിന്നീട് പോകാം എന്ന് പറഞ്ഞ് പിന്നീട് കൊണ്ടുപോകാമെന്ന ഉപ്പ ആ മകളോട് പ്രോമിസ് ചെയ്തതാണ്. എന്നിട്ട് പോലും ആ മകൾ ആത്മഹത്യ ചെയ്തു. അങ്ങനെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയാതെ, റിജക്ഷൻ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയാതെ മക്കൾ ആത്മഹത്യ ചെയ്യുന്നത് അധികരിച്ച് വരുന്നുണ്ട്. ഇതിൻ്റെ പ്രധാന കാരണം മാതാപിതാക്കൾ പലപ്പോഴും ഇല്ലായ്മയിൽ നിന്നും വല്ലായ്മയിലും ജീവിച്ച് വന്ന ആളുകളായിരിക്കും. അവരുടെ പല ആഗ്രഹങ്ങളും ചെറുപ്പത്തിൽ അവർക്ക് സാധിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല, നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ തനിക്ക് ലഭിക്കാത്തതൊക്കെ, തനിക്ക് നേടിയെടുക്കാൻ കഴിയാത്തതൊക്കെ, തനിക്ക് ചെയ്യാൻ കഴിയാത്തതൊക്കെ തൻ്റെ മക്കൾക്ക് ചെയ്യാൻ കഴിയണം, അവർക്ക് നേടിയെടുക്കാൻ കഴിയണം, അവർക്ക് സന്തോഷകരമായിട്ട് ജീവിക്കാൻ കഴിയണം, വല്ലായ്മയും ഇല്ലായ്മയും മക്കളെ അറിയിക്കരുത് എന്ന ഒരു നല്ല ഉദ്ദേശത്തോടു കൂടെ രക്ഷിതാക്കൾ എല്ലാ ആഗ്രഹവും നടത്തി കൊടുക്കുന്നതാണ്. പക്ഷേ മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് 70% നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ പോലും, നിങ്ങൾക്ക് എല്ലാം ചെയ്ത് കൊടുക്കാൻ കഴിയുമെങ്കിൽ പോലും 70% മാത്രമേ നിങ്ങൾ മക്കളുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കാൻ പാടുള്ളൂ. 30% നിങ്ങൾ റിജക്റ്റ് ചെയ്യണം. നിങ്ങൾ മക്കൾക്ക് ചെയ്ത് കൊടുക്കാൻ പാടില്ല. കാരണം റിജക്ഷൻ ചെറുപ്പം മുതലേ അവർ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യം. പെട്ടെന്ന് എല്ലാം ചെയ്ത് കൊടുത്ത് പെട്ടെന്നൊരിക്കൽ അവർക്ക് ലഭിക്കാതിരിക്കുമ്പോൾ അവർ മെൻ്റലി ഡിപ്രസ്ഡ് ആകും, അതുപോലെ തന്നെ കൺഫ്യൂസ്ഡ് ആകും, പ്രശ്നങ്ങളാകും. അവർക്കത് സഹിക്കാൻ കഴിയില്ല, അതിനെ അവർക്ക് നേരിടാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവർ ആത്മഹത്യ അതുപോലെയുള്ള ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയും അത് ചെയ്യുകയും ചെയ്യും. ഇത് ഖേദകരമാണ്. പക്ഷെ എന്നെ ഏറെ ചിന്തിപ്പിച്ചത് അതിൻ്റെ താഴെ വന്ന ഒരു കമൻ്റാണ്. എന്താണെന്നറിയാം, എല്ലാത്തിനും സ്കൂളുകാർ പറഞ്ഞാൽ മതി, ഓൺലൈൻ ക്ലാസ് പറഞ്ഞിട്ട് പിള്ളേർ മൊബൈൽ മേടിക്കും, സ്കൂളിപ്പോൾ പഠിപ്പ് കുറവാണ്, എല്ലാം മൊബൈലിട്ട് കൊടുക്കുക, വീട്ടിൽ പഠിക്കാൻ ടീച്ചർമാരുടെ പണി കുറയും, ഇതിന് ഒരു മാറ്റം വരണം, കൊറോണ എല്ലാം മാറിയില്ല, ഇനി മാറ്റിക്കൂടെ. യഥാർത്ഥത്തിൽ ഇത് തൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒളിച്ചോടുന്ന ഒരു രക്ഷിതാവിൻ്റെ വാചകമാണ്. പല ആളുകളും വിചാരിച്ചിട്ടുള്ളത് സ്കൂളിൽ ഒരു അഡ്മിഷൻ എടുത്തിട്ട് കുട്ടിയെ സ്കൂളിൽ ചേർത്ത് കഴിഞ്ഞാൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള എൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും തീർന്നു, പിന്നെ എല്ലാം സ്കൂളുകാരും ടീച്ചർമാരും നോക്കിക്കൊള്ളുന്നതാണ്. ഇങ്ങനൊരു തെറ്റിദ്ധാരണ പൊതുസമൂഹത്തിൽ ചില ആളുകൾക്കെങ്കിലും ഉണ്ട്. ആ ധാരണ മാറ്റണം. കാരണം അധ്യാപകരും സ്കൂൾ അധികൃതരും മാതാപിതാക്കളും കൂടെ ഒരുമിച്ച് നിന്ന് കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഒരുമിച്ച് ഒരുപോലെ പ്രയത്നിച്ചെങ്കിൽ മാത്രമേ കുട്ടികൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാകാൻ കഴിയുള്ളൂ. കാരണം ഈ 40 മിനിറ്റ് കൊണ്ട് ഒരു കുട്ടിക്ക് കണ്ടിന്യൂസ് ആയിട്ട് പഠനത്തിൽ ശ്രദ്ധിക്കാൻ കഴിയുന്ന 20 മിനിറ്റാണ്. അത് കഴിഞ്ഞാൽ ശ്രദ്ധ മാറും. അപ്പോൾ അതിനനുസരിച്ച് ക്രമീകരിച്ചതായിരിക്കും സ്കൂൾ ക്ലാസ്സിൽ ഉണ്ടാവുക. എല്ലാ ഹോംവർക്കും, ക്ലാസ് ചാപ്റ്റർ തീർക്കലും, ഹോംവർക്കും, എക്സസൈസ് കാര്യങ്ങളും എല്ലാം ഈ 40 മിനിറ്റ് കൊണ്ട് 45 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കാൻ കഴിയാവുന്നതല്ല. അതുകൊണ്ട് ഹോംവർക്ക് പിന്നെ അവർ പഠിച്ച കാര്യങ്ങൾ വീട്ടിൽ വന്നുകൊണ്ട് ഒന്നുകൂടി പ്രാക്ടിക്കലായിട്ട് ചെയ്ത് പഠിക്കുന്നതാണ്. അവർ പ്രാക്ടിക്കലായിട്ട് ക്ലാസ്സിൽ ചെയ്ത് പഠിക്കുന്നുണ്ടാകും. അതൊന്നും കൂടെ തറവാക്കാൻ വേണ്ടിയിട്ട്, ഒന്നും കൂടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്, ഒന്നും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഹോംവർക്ക് കൊടുക്കുന്നതാണ്. അത് വീട്ടിൽ നിന്ന് ചെയ്യിപ്പിക്കേണ്ടതാണ്. അത് ഈ രക്ഷിതാവ്, ഈ പറഞ്ഞത് രക്ഷിതാവാണെങ്കിൽ ഈ രക്ഷിതാവ് ഈ വാട്സപ്പ് ത്രൂ കുട്ടികളുടെ ക്ലാസ്സുകൾ, ഹോംവർക്കുകൾ ക്ലാസ് ഗ്രൂപ്പുകളിലൂടെ ഷെയർ ചെയ്യുന്നതിന് മുമ്പ് കുട്ടികളുടെ പഠന കാര്യങ്ങളിൽ ഒരു ശ്രദ്ധയും ചെലുത്തിയിട്ടില്ലാത്ത ഒരു രക്ഷിതാവായിരിക്കണം. കാരണം നമ്മളൊക്കെ അധ്യാപകർ ഇതിൻ്റെ ഈ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ, വാട്സപ്പൊക്കെ ഉപയോഗിക്കുന്നതിന് മുമ്പ് തന്നെ കുട്ടികൾക്ക് ഹോംവർക്ക് കൊടുക്കുന്നുണ്ട്. പല കുട്ടികളും അത് ചെയ്യില്ല, കുറേ കുട്ടികൾ അത് ചെയ്തു വരും. ചെയ്യാത്ത കുട്ടികളെ അവിടെ ക്ലാസ്സിൽ ഇരുത്തിക്കൊണ്ട് ചെയ്യിപ്പിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ പാഠഭാഗങ്ങൾ പെൻഡിങ് ആവും, ക്ലാസ് എടുക്കാൻ പറ്റില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ
ഈ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ വന്ന് മൊബൈല് വാട്സപ്പ് ത്രൂ ക്ലാസ്സുകളൊക്കെ ഈ കൊറോണ സമയത്ത് അങ്ങനെ വാട്സപ്പ് ത്രൂ ക്ലാസ്സുകളൊക്കെ അയച്ചു കൊടുക്കുന്ന ഈ സാഹചര്യം വന്നപ്പോൾ പല രക്ഷിതാക്കളും ഈ കൊറോണ കഴിഞ്ഞപ്പോഴും ആവശ്യപ്പെട്ടതാണ് ഈ വാട്സപ്പ് ക്ലാസ്സുകളും വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കുന്നതൊക്കെ ഞങ്ങൾ തുടർന്ന് പോകണം, ഞങ്ങൾക്ക് കൂടുതൽ മക്കളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട് എന്ന് രക്ഷിതാക്കൾ ഇങ്ങോട്ട് പറഞ്ഞതാണ്. മക്കളുടെ പഠനത്തിൽ താല്പര്യമുള്ള രക്ഷിതാക്കൾ പറഞ്ഞതാണ്. അതുകൊണ്ടാണ് അത് തുടർന്ന് ഇപ്പോഴും പോകുന്നത്. പക്ഷേ ഇതിനൊന്നും മക്കളുടെ കാര്യങ്ങളൊന്നും ഒരു താല്പര്യമില്ലാത്ത, മക്കളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരുപാട് രക്ഷിതാക്കൾ എപ്പോഴും ഉണ്ട്. അവർ തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ മറ്റുള്ള ആൾക്കാരുടെ തലയിൽ വെച്ച് കെട്ടിക്കൊണ്ട് തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയും തങ്ങളുടെ മക്കൾക്ക് വരുന്ന എല്ലാ പ്രശ്നങ്ങളും മറ്റുള്ള ആളുകളുടെ മേലിൽ വെച്ച് കെട്ടിക്കൊണ്ട് അവരെ മറ്റ് പുണ്യാളന്മാരാകും. ഈ ഒരു പ്രവണത യഥാർത്ഥ രക്ഷിതാക്കളെ മാറ്റുക തന്നെ വേണം. നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം. അധ്യാപകർ സ്കൂളിൽ വെച്ച് അവരുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്, ഇല്ലെങ്കിൽ അത് ചോദിക്കാനുള്ളൊരു അവസരം കൂടെയാണ്. വാട്സപ്പിൽ ക്ലാസ്സിൽ കൃത്യമായിട്ട് വരുന്നില്ല എങ്കിൽ, ഹോംവർക്ക് കുട്ടികൾ കൊടുക്കുന്നില്ല എങ്കിൽ ചോദിക്കാമല്ലോ. കാരണം നിങ്ങൾ ക്യാഷ് കൊടുത്തിട്ട് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്നതല്ലേ, എന്തുകൊണ്ട് മക്കൾക്ക് ഹോംവർക്ക് കാര്യങ്ങളൊന്നും വരുന്നില്ല, ക്ലാസ് പഠിപ്പിച്ച വിഷയങ്ങൾ അവർക്ക് പഠിക്കാനുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് എന്താ കൊടുക്കാതെ എന്നൊക്കെ ചോദിക്കാമല്ലോ. മക്കളുടെ കാര്യങ്ങൾ അധ്യാപകർക്കുള്ളതിനേക്കാൾ ശ്രദ്ധ നമുക്കല്ലേ വേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള തൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒളിച്ചോടുന്ന രീതിയിലുള്ള മൈൻഡുള്ള ചിന്താഗതിയുള്ള രക്ഷിതാക്കൾക്ക് ആ ചിന്തകളൊക്കെ മാറ്റിയിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടി നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കണം. ഇങ്ങനെയുള്ള കമൻറ്റുകളൊന്നും ദയവ് ചെയ്ത് രക്ഷിതാക്കൾ മക്കളോട് പറയുകയും ചെയ്ത്, ഇങ്ങനെയുള്ള രക്ഷിതാക്കൾ മക്കളോട് ഇങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കും തന്നെ വിദ്യാഭ്യാസത്തോടുള്ള ഒരു ചിന്താഗതി മാറും. അധ്യാപകരോടുള്ള മതിപ്പ് അവർക്ക് നഷ്ടപ്പെടും. ഇത് ഓർക്കുമ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, ഞാൻ 9ാം ക്ലാസ് പഠിച്ചപ്പോൾ ഒരിക്കൽ ഒരു പാരൻസ് മീറ്റിങ്ങിന് ഒരു കുട്ടിയുടെ ഉമ്മ വന്നിട്ട് ക്ലാസ് വിഷയങ്ങൾ ഇങ്ങനെ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അധ്യാപകൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർ പറഞ്ഞു, എനിക്കെൻ്റെ പോത്തിന് വെള്ളം കാണിക്കാൻ വേണ്ടി പോകണം, അപ്പോൾ എനിക്കിപ്പോൾ തന്നെ പോകണം. അപ്പോൾ കുട്ടിൻ്റെ കാര്യം സംസാരിക്കല്ലേ, അതൊക്കെ അത്ര മതി, എൻ്റെ പോത്തിൻ്റെ കാര്യം നോക്കണം. അപ്പോൾ അധ്യാപകൻ എടുത്തോടെ ചോദിച്ചു, അപ്പോൾ ഈ പോത്തിൻ്റെ കാര്യമാണ് നോക്കുക, നിങ്ങൾ അവിടെ പോത്തിൻ്റെ കാര്യം നോക്കാൻ പോയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ താൻ വളർത്തുന്ന മൃഗങ്ങളുടെയും തൻ്റെ കൃഷികളുടെയും തൻ്റെ മറ്റുള്ള വസ്തുക്കളുടെ അത്ര വില പോലെ ചില രക്ഷിതാക്കൾ സ്വന്തം മക്കൾക്ക് കൊടുക്കുന്നില്ല. എന്നിട്ട് ഒന്നും നേടിയെടുത്തിട്ടില്ലെങ്കിൽ അവസാനം എല്ലാം സ്കൂളുകാരുടെയും അധ്യാപകരുടെയും തലയിൽ കുറ്റം ചുമത്തി വെച്ചിട്ട് അവരങ്ങോട്ട് പുണ്യാളന്മാരാവുകയും ചെയ്യും. ഈ ഒരു പ്രവണത ദയവ് ചെയ്ത് രക്ഷിതാക്കളെ മാറ്റണം. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നമ്മുടെ മക്കളുടെ പഠന പുരോഗതിക്ക് വേണ്ടി കൈകോർത്ത് പരിശ്രമിക്കാം.